വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ. കാലാവസ്ഥയുടെ പ്രതിബന്ധങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ പ്രതിഷേധ റാലിക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ റാലിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. ഛത്തീസ്ഗഡ് സംഭവം അത് ഒരു നോവാണ്. ഭാരതാംബയുടെ ഹൃദയത്തിനേറ്റ മുറിവ്, ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ ഒരു ആഴമേറിയ മുറിവ്, ഒരു പറ്റം ഹിന്ദു തീവ്രവാദികളുടെ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ്, സിസ്റ്റർ പ്രീതി മരിയ, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അതേ സഹോദരങ്ങളെ, ഞങ്ങളുടെ സ്വന്തം സഹോദരിമാരെ ഞങ്ങളുടെ തന്നെ ചോരയെ തന്നെ വലിയ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ അവർ ദുർഗ് ജയിലിൽ അടച്ചിരിക്കുകയാണ്. കാരണം എന്തെന്നറിയണ്ടേ? മനുഷ്യക്കടത്ത്, അതെ, മതപരിവർത്തനം. എന്തൊരു ലജ്ജാകരമാണ് ആ പ്രസ്താവനകൾ. കാരണം ആ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മാതാപിതാക്കളുടെ അനുവാദത്തോടെയാണ് അവർ ഇറങ്ങിയത്. അവർ മുൻപേ തന്നെ ക്രിസ്ത്യാനികളാണ്. അവരെ ആരും നിർബന്ധിച്ചിട്ടില്ല. മാത്രവുമല്ല, അവർ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുമാണ്. എങ്കിലും അവർക്ക് അതൊന്നും പോരാ. കാരണം മറ്റൊന്നുമല്ല, നന്മയുടെ വശങ്ങളെ അംഗീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കാണുകയാണ്, മതപരിവർത്തനത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിന്റെയും മറ്റു പല കാര്യങ്ങളുടെയും പേരിൽ നമ്മുടെ സന്യാസി സമർപ്പിത ജീവിതങ്ങളെ, വൈദിക ജീവിതങ്ങളെ, ക്രിസ്ത്യാനികളെ അന്യായവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ നീചത്വങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസവും സാക്ഷികളാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നൊമ്പരത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ആരോടും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വലിയൊരു ഹൃദയ വേദനയോടുകൂടി മാത്രം. കാരണം നമുക്കറിയാം, 2014 മുതൽ 2024 വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നമ്മളോട് തരുന്ന വലിയൊരു കണക്കുണ്ട്. 4316 കേസുകളാണ്, അതായത് നമുക്കെതിരെ ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ 4316 കേസുകളിലും നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയുള്ള അക്രമങ്ങളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ, ഇവർ അന്നം നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അന്നം തേടി വന്നവർക്ക് അന്നം കൊടുത്തതാണോ അവർ ചെയ്ത തെറ്റ്? വിശപ്പടക്കുവാൻ വേണ്ടി കൺമുൻപിൽ വന്നു ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് അന്നം നൽകിയതാണോ ഇവർ ചെയ്ത തെറ്റ്? പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകിയതാണോ ഇവർ ചെയ്ത തെറ്റ്? അതെ, ആരോരും ഇല്ലാത്തവരുടെ മുറിവുകളിലേക്ക് സൗഖ്യമായി, അജ്ഞർക്ക് വിദ്യാഭ്യാസമായി കടന്നു ചെന്നതാണോ ഇവർ ചെയ്ത തെറ്റ്? അതെ, ഇതിനുള്ള ഉത്തരമാണ് അവർ ജയിലറകളിൽ നൽകിക്കൊണ്ട് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, അങ്ങ് ഒഡീഷയില് കഴിഞ്ഞ മെയ് 31 ബോർദ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കന്യാസ്ത്രീയെ പരസ്യമായിട്ട് അവർ ആക്രോശിച്ചില്ലേ, അവഹേളിച്ചില്ലേ? ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഒഡീഷയിലെ കാർമൽ നികേതൻ എന്ന ഭവനത്തിലെ അംഗങ്ങളെ 9 അംഗ സംഘങ്ങൾ പരസ്യമായിട്ട് കൊള്ളയടിച്ചില്ലേ? അതിലൊരു വൈദികനെ അവർ വളരെ നിഷ്ഠൂരമായി തല്ലിച്ചതച്ചില്ലേ? സ്വന്തം നാടും വീടും ഉച്ചവരെയും ഉടയവരെയും വിട്ട് വിദൂരങ്ങളിലേക്ക്, യാതൊരുവിധ സുരക്ഷിതത്വമില്ലാത്ത നാടുകളിലേക്ക് ആ ആദിവാസി സഹോദരങ്ങളെ സ്വന്തമായി കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഈ തെറ്റിനുള്ള ഉത്തരമാണ് നമ്മുടെ ഈ പ്രതിഷേധ റാലി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ കണ്ടു വരുന്ന എല്ലാ മേഖലകളിലും നമുക്കറിയാം, പ്രിയപ്പെട്ട കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മൾക്കെതിരെ, നമ്മുടെ മതേതരത്വത്തിനെതിരെ, നമ്മുടെ സമുദായത്തിന്റെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയൊരു മതസ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ മതസ്വാതന്ത്ര്യത്തെ അവർ കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്.
മതഭരണവും മതവാദവും പറഞ്ഞുകൊണ്ട് നമ്മുടെ മതസ്വാതന്ത്ര്യത്തെയും ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും അവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അതെ, നീതിക്ക് കാലവിളംബം വരുമ്പോൾ അത് നീതി നിഷേധിക്കപ്പെട്ടതിന് തുല്യമാണ് സഹോദരങ്ങളെ. ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കി തന്നേ പറ്റൂ. ഈ മൃഗീയ പ്രകടനങ്ങൾക്കെതിരെ കണ്ണടച്ചു നിൽക്കുവാൻ, നോക്കുകുത്തിയായിട്ട് നിൽക്കുവാൻ ഇനി കഴിയരുത്. പ്രിയപ്പെട്ട മോദിജി, വൈ ആർ യു സൈലന്റ്? ഇന്ത്യ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിനായിട്ട് ഏതാനും നാളുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രിയപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഈ വലിയ നിശബ്ദത ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിടിച്ചു കൊൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പിടിച്ചുകൊലക്കലിന്റെ അമ്പരത്തിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരായി ഞങ്ങൾ ഓരോരുത്തരും. പക്ഷേ ഞങ്ങൾ പതറില്ല. യു ക്യാൻ കിൽ മീ ബട്ട് യു ക്യാൻ ഡിഫീറ്റ് മീ. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഈ തിരുവസ്ത്രമിട്ട് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളെ ആരെയും നോക്കിയില്ല, ക്രിസ്തുവിനെ നോക്കിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, എന്റെ ശ്രോതാക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഈ തിരുവസ്ത്രത്തിന്റെ, ഈ പരിശുദ്ധമായ സമർപ്പിത ജീവിതത്തിന്റെ കാരുണ്യ ഭാവങ്ങൾ അനുഭവിക്കാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അതെ, നിങ്ങളിൽ ആരും ഉണ്ടാവില്ല. ഉച്ചവരെയും മുടിവരെയും വിട്ട് ദൈവം കാണിച്ചു തരുന്ന നാടുകളിലേക്ക്, കാണിച്ചു തരുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു സുരക്ഷിതത്വമില്ലാതെ നമ്മുടെ പാവപ്പെട്ട കന്യാസ്ത്രീമാർ, നമ്മുടെ പാവപ്പെട്ട വൈദിക ശ്രേഷ്ഠർ കടന്നു ചെല്ലുമ്പോൾ ഇതാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമുക്കൊരു പരിഭവമില്ല. കാരണം നമ്മൾ ഇത് കണ്ട് തഴച്ചു വളർന്നവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ നാൾ മുതൽ മതപീഡനങ്ങൾ ഞങ്ങൾക്കൊരു പുത്തരിയല്ല, ഇതൊരു പുതുമയല്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ക്രിസ്തുവിനെ മുദ്രയാക്കിയാണ് ഞങ്ങളുടെ ഈ ജീവിതം. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ്ലീഹ ബൈബിളിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വിടുവിക്കാൻ കഴിയും? മതപീഡനമോ അതുപോലെ തന്നെ കാരാഗൃഹമോ ഒന്നിനും പറ്റില്ല. അതുപോലെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്, ബജറംഗ് ദൾ പ്രവർത്തകരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തുവാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഇനിയും പ്രവർത്തിക്കും. പാവപ്പെട്ടവരെ സഹായിക്കും, അന്നമില്ലാത്തവർക്ക് അന്നം കൊടുക്കും, അജ്ഞരെ ഞങ്ങൾ പഠിപ്പിക്കും, മുറിവേറ്റവരെ ഞങ്ങൾ സുഖപ്പെടുത്തും, ആദിവാസി കുട്ടികൾക്ക് ഞങ്ങൾ പാർപ്പിടം നൽകും. ഞങ്ങളുടെ മുൻപിൽ വരുന്ന ഏത് ജാതിക്കാരനെന്ന് നോക്കാതെ ഏവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് യേശുവിന്റെ സ്നേഹം നൽകും. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക്, പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഈ പ്രതിഷേധ റാലിക്കും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട്, എല്ലാവിധ അനുഗ്രഹ ആശംസകളും നൽകിക്കൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഒരു സത്യം, നിങ്ങൾക്ക് ഒരിക്കലും തിരുസഭയെ തളർത്താനാവില്ല. അക്രമങ്ങളും അനീതികളും ആക്രമണങ്ങളും എല്ലാം ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ പറ്റും, പക്ഷേ തിരുസഭ തളരില്ല. സന്യാസം ഇവിടെ അവസാനിക്കില്ല. തിരുസഭയെയും അതുപോലെ തന്നെ സമർപ്പിത ജീവിതത്തെയും നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ ഇനിയും പൊരുതും. പ്രിയപ്പെട്ട പ്രീതി മരിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, നിങ്ങൾ കാരാഗ്രഹത്തിൽ തനിച്ചല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷം ലക്ഷം നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഈ ഒരു അനുഗ്രഹത്തോടെ, ഈ ഒരു ആശീർവാദത്തോടെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ റാലിക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.